കർത്താവിൽ പ്രിയരെ, വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയിൽ എന്നോടൊപ്പം പങ്കാളികളാവുവാൻ നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുന്നു. എന്തിന് കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയുടെ ആവശ്യം? എന്തുകൊണ്ട് ആ പ്രയാണം നാം ചെയ്യണം? വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കൾ ദൈവ തേജസ് നഷ്ടപ്പെടുന്നതിന് മുൻപ് അവർക്ക് ലഭിച്ച പദവിയിൽ ദൈവം അവരെ ആക്കിയ സ്ഥലത്ത് അവർ ജീവിച്ചപ്പോൾ ഈ ഒരു പ്രയാണത്തിൻ്റെ ആവശ്യകത അവിടെ ഇല്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ രക്ഷിതാവിനെ കാണേണ്ടതും രക്ഷയുടെ ഒരു അനുഭവത്തിൽ കൂടി അവൻ കടന്നു പോകേണ്ടതും ഒരു യാഥാർത്ഥ്യമായി വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ നാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുമ്പോൾ, നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ലൗകിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, ദൈവകൽപ്പന ലംഘിച്ച് മനുഷ്യരെയും നമ്മുടെ സ്വത്തിനെയും ഒക്കെയും ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വസ്ഥതയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിൽ രക്ഷിതാവിനെ കാണുക, രക്ഷിതാവുമായിട്ടുള്ള ഒരു സമ്പർക്കം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ ആവശ്യമേറിയ ഒന്നാണ്. എന്തിന് നാം കാൽവറിയിലേക്കുള്ള ആ തീർത്ഥയാത്രയിൽ പങ്കെടുക്കണം? എന്തിന് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു? അവൻ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആദ്യത്തെ ആഗമനത്തിൻ്റെ ഉദ്ദേശം, വസ്തുതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാതെ പോയതിനെ കണ്ടെത്തുവാനാണ് കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്നെനിക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുള്ളത്, കാണാതെ പോയ എന്നെയും നിങ്ങളെയും കണ്ടെത്തുവാൻ കടന്നു വന്ന ആ യേശു ക്രിസ്തുവിനെക്കുറിച്ചും നമ്മെ കണ്ടെത്തിയതിന് ശേഷം അവനോടൊപ്പം ആയിരിക്കുന്നതിലുള്ള സന്തോഷത്തിനെക്കുറിച്ചുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശുദ്ധ വേദപുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ 3 ഉപമകളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 3 ഉപമയുടെയും സാരാംശം ഒന്നു തന്നെയാണ്. ഈ 3 ഉപമയുടെയും ഉള്ളടക്കം, നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഒന്നു തന്നെയാണ്. കാണാതെ പോയതിനെക്കുറിച്ചും അത് കണ്ടു കിട്ടിയതിന് ശേഷമുള്ള സന്തോഷത്തെക്കുറിച്ചും എത്ര മനോഹരമായിട്ട് അത് വിശേഷിപ്പിച്ചിരിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഒരാൾക്ക് 100
ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതായ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ 100 ആടുള്ളതിൽ ഒന്നിനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നിനെ കാണാതെ പോയി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചെയ്യുന്നത് 100 എണ്ണം ഉള്ളതിൽ 99 ഉണ്ടല്ലോ, ഒരെണ്ണമല്ല പോയതുള്ളൂ, അങ്ങനെ കരുതി ആ 99 കൊണ്ട് ഒരു പക്ഷേ വീട്ടിലേക്കും മടങ്ങി വരുന്ന ഒരവസ്ഥയായിരിക്കും. എന്നാൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരമല്ല. ആ 99 ആടുകളെക്കാളും പ്രാധാന്യം അവൻ നൽകിയത് ആ കാണാതെ പോയ ആ ഒന്നിനെ കുറിച്ചായിരുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള ആ നിത്യതയിൽ, ആ ഭവനത്തിൽ നാം ആയിരിക്കാൻ, അത് നമുക്ക് എന്നേക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മുടെ അരുമരക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നമ്മെ അവൻ നേർവഴിയിൽ നയിക്കുന്നു എന്നുള്ളൊരു സത് ഉപദേശമാണ് ഈ ഉപമയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെട്ട് ദൈവത്തോടൊപ്പമുള്ള 99 നീതിമാന്മാരെക്കാളിലും കൂടുതൽ സന്തോഷം നമ്മുടെ ദൈവത്തിന് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ, പുത്രനായ യേശു ക്രിസ്തുവിനെ സന്തോഷിപ്പിപ്പാൻ നാം മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമില്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടത് എത്ര വലുതാണ്. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 2-ാമത്തെ ഉപമ നാം പഠിക്കുമ്പോൾ ലൂക്കോസ് 15-8 മുതൽ 10 വരെയുള്ള ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോട് കൂടി സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സാധുവായ ഒരു സ്ത്രീ അവളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നേടിയ 10 ദ്രഹ്മ, ഇന്നത്തെ കാഴ്ചപ്പാടിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം 10 രൂപ. തൻ്റെ പ്രയത്ന ഫലത്താൽ നേടിയ 10 ദ്രഹ്മ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മൂല്യം എത്ര വലുതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ അധ്വാനിച്ച് താൻ സ്വരൂപിച്ച ഈ 10 ദ്രഹ്മയിൽ നിന്ന് ഒരു ദ്രഹ്മ
നഷ്ടപ്പെട്ടപ്പോൾ ആ സ്ത്രീക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായി. തൻ്റെ കൈവശമുള്ള 9 ദ്രഹ്മയേക്കാൾ താൻ മൂല്യം നൽകിയത് ആ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കാണാതെ പോയ ആ ഒരു ദ്രഹ്മയെക്കുറിച്ചാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അവളത് കണ്ട് കിട്ടും വരെ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി തൂത്തുവാരി അത് കണ്ടു കിട്ടുവോളം വരെ അത് അന്വേഷിച്ചു എന്നുള്ളതാണ്. ദൈവജനമേ, ഞാനും നിങ്ങളും ദൈവസന്നിധി വിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞിരുന്നാലും നമ്മെ കണ്ടു കിട്ടും വരെ അവൻ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് നമ്മെ ലഭിക്കും വരെ നമ്മെ അന്വേഷിക്കും എന്നാണ്. ഇവിടെ ആ സ്ത്രീക്ക് തൻ്റെ കാണാതായ ദ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ സ്നേഹിതരെയും അയൽക്കാരികളെയൊക്കെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ദ്രഹ്മ കണ്ടുകിട്ടിയിരിക്കുന്നു, എന്നോടുകൂടി സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിനും സ്വർഗീയ സിംഹാസനത്തിൽ ദൂതന്മാരോടൊപ്പം സന്തോഷം പങ്കുവെക്കാൻ സാധിക്കും. ആ സന്തോഷം അവന് നൽകുവാൻ സ്വർഗീയ സിംഹാസനത്തിൽ നമ്മെക്കുറിച്ച് സന്തോഷിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ ജനമേ, മൂന്നാമത്തെ ഉപമയെക്കുറിച്ച് പരാമർശിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ അതിൻ്റെ അവസാനത്തെ വാക്യം വരെ 32-ാമത്തെ വാക്യം വരെ ഉള്ള അടങ്ങിയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒരു പിതാവിന് 2 മക്കൾ ഉണ്ടായിരുന്നു. ആ 2 പേരിൽ ഇളയ മകൻ തൻ്റെ പിതാവിനോട് അവൻ്റെ വസ്തുവിൻ്റെ ഓഹരി ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയാണ്. എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു ഉപമയാണിത്. ഞാൻ ഈ ഉപമയെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ചിന്ത എപ്പോഴും അലട്ടുന്ന ഒരു വസ്തുത, അതായത് ഈ ഉപമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകാറുള്ളത്, ഈ ഇളയ മകൻ എന്തുകൊണ്ട് തൻ്റെ പിതാവിനോട് തൻ്റെ വസ്തുവിൻ്റെ ഓഹരി വാങ്ങി വീട് വിട്ടു പോയി? കാരണം അവൻ്റെ പിതാവിന് അവന് നൽകാനുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ധനവാനായിരുന്നു. അവനെന്തെങ്കിലും മുട്ടുള്ളതായിട്ട് അവിടെ പറയുന്നില്ല. അവൻ വീട് വിട്ടുപോയ ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാരണങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിപ്പോകാറുണ്ട്. അതിലൊരു കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത്, ഇവിടെ അമ്മ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ബാല്യത്തിൽ ഈ 2 കുഞ്ഞുങ്ങളുടെ മാതാവ് അവർക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെ വാത്സല്യം ലഭിക്കാതെ, മാതാവിൻ്റെ പരിചരണം ലഭിക്കാതെ ഭവനത്തിൽ വളർന്നു വന്ന 2 കുട്ടികൾ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ബാല്യത്തിലെ പിതാവ് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് നല്ലൊരു പരിധിവരെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ, മാതാവിൻ്റെ വാത്സല്യത്തിൽ, മാതാവിൻ്റെ കരുതലിൽ, മാതാവ് നൽകുന്ന സുരക്ഷിതത്തിൽ
സ്നേഹത്തിൽ വളരുവാൻ സാധിക്കും. എന്നാൽ ബാല്യത്തിലെ മാതാവ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് ആ സന്തോഷത്തിൽ വളരുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ബാല്യത്തിലെ മാതാവ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെക്കാളിലും വളരെ സന്തോഷത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടി നല്ലൊരു അന്തരീക്ഷത്തിൽ കൂടിയായിരിക്കും പിതാവ് നഷ്ടപ്പെട്ട് മാതാവിൻ്റെ സംരക്ഷണത്തിൽ വളരുന്ന ഒരു കുട്ടികൾ. അങ്ങനെ വീട്ടിലെ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാതെ വന്നപ്പോൾ ഈ മകൻ തൻ്റെ പിതാവിനെ വിട്ട് അവൻ പോവുകയാണ്. ഉപമ നമുക്കറിയാം. അവൻ പുറപ്പെട്ടു പോയി. അവന് ധാരാളം സ്നേഹിതരെ കിട്ടി. അവൻ്റെ കൈവശം പണമുണ്ടായിരുന്നപ്പോൾ ധാരാളം സ്നേഹിതർ വന്നായിരുന്നു. അവനെയല്ല, അവൻ്റെ പണത്തെ സ്നേഹിച്ചു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ കൈവശം പണമുള്ളപ്പോൾ നിങ്ങൾക്ക് അനേക സ്നേഹിതരെ ലഭിക്കും. അവർ നിങ്ങളെയല്ല സ്നേഹിക്കുന്നത്, നിങ്ങളുടെ കൈവശമുള്ള പണത്തെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവർ നിങ്ങളെയല്ല സ്നേഹിക്കുന്നത്, നിങ്ങളുടെ കൈവശമുള്ള പണത്തെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള പണം എന്ന് തീരുമോ, നിങ്ങളുടെ പോക്കറ്റ് എന്ന് കാലിയാകുമോ, അന്ന് ആ സ്നേഹിതരും കാലിയാവും. അന്ന് ആ സ്നേഹിതരും നിങ്ങൾക്ക് ഇല്ലാതാകും. അതാണ് ലോകം നൽകുന്ന സ്നേഹിതർ. ഇളയ മകൻ, അവൻ്റെ പണം തീരുവോളം അവന് അനേക സ്നേഹിതരുണ്ടായിരുന്നു. പണം തീർന്നപ്പോൾ അവന് സ്നേഹിതരാരുമില്ല. അവനൊരു ജോലി അന്വേഷിച്ച് പോയി. അവന് ജോലി ലഭിച്ചില്ല. അവന് ഭക്ഷണമില്ല. അവന് സമാധാനമില്ല. തിരുവചനം പഠിക്കുമ്പോൾ 14-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹി വാസ് ലാക്കിങ് സംതിങ്. എല്ലാം തീർന്നു വന്നപ്പോൾ അവൻ മുട്ടുള്ളവനായിട്ട് അവന് തോന്നി. തിരുവചനം പറയുന്നത്, അവൻ ഉടനെ ചെന്ന് ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് കണ്ട് ആശ്രയിച്ച് ഒരു ജോലിയൊക്കെ തരപ്പെടുത്തി. ആ ജോലി ആ പൗരന് ഉണ്ടായിരുന്ന പന്നികളെ മേയ്ക്കുക എന്നുള്ളതാണ്. പന്നികളെ മേയ്ക്കുക മാത്രമല്ല, അവൻ്റെ വയറ് നിറയ്ക്കണമെങ്കിൽ ആ പന്നികൾക്ക് കഴിപ്പാൻ കൊടുക്കുന്ന ആഹാരം കൊണ്ട് അവൻ്റെ വയറ് നിറയ്ക്കണമായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്ന പന്നി തിന്നുന്ന വാള വര കൊണ്ട് വയർ നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എന്നിട്ട് പോലും ആരും അവനൊന്നും കൊടുത്തില്ല. അങ്ങനെ അവൻ ആ സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുമ്പോഴാണ് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും പിതാവ് അവൻ്റെ കൂലിക്കാരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതും എന്ന് ഓർക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയണമെന്ന് പറഞ്ഞു. അവന് സുബോധം വന്നിട്ട് അവൻ്റെ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകണം എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പാപാന്തരത്തിൽ ആകുമ്പോൾ, പാപത്തിൻ്റെ കാഠിന്യത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും സുബോധം വന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. സുബോധം വന്ന് ദൈവത്തിൻ്റെ അരികിലേക്ക് നാം പോയിട്ടുണ്ടോ
എന്ന് നാം ചിന്തിക്കണം. ഉപമ നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവൻ ഭവനത്തിലേക്ക് ചെന്നു. അവൻ പോയ നാൾ മുതൽ എൻ്റെ മകൻ എന്ന് തിരിച്ചു വരുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പിതാവ് ദൂരത്തുനിന്ന് അവൻ വരുന്നത് കണ്ടപ്പോഴേ കാളയെ അറുത്തു വലിയൊരു വിരുന്നൊരുക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ ജ്യേഷ്ഠൻ അതിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് ആ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവജനമേ, കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവിനുണ്ടായ ആ സന്തോഷം പാപത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും, പാപാന്തരത്തിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് നമ്മുടെ സ്വന്തം രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ പിതാവായ ദൈവത്തിന് ഉണ്ടാകുന്ന ആ സന്തോഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നാം പഠിച്ച് കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോഴുണ്ടായ സന്തോഷവും, കാണാതെ പോയ ബ്രഹ്മ ലഭിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും, നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സന്തോഷവും, ഇതെല്ലാം എന്നെയും നിങ്ങളെയും കുറിച്ചാണ്. ഞാനും നിങ്ങളും പാപത്തിലായിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിനുള്ള സന്തോഷം. സ്നേഹിത, നീ ഇന്ന് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ? നിന്റെ പാപം എത്ര കഠിനമാണെന്ന് നീ ഇന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ പാപം ദൈവത്തോട് ഏറ്റു പറയുകയാണെങ്കിൽ അവൻ നിന്നോട് നിന്റെ അതിക്രമങ്ങളെ ക്ഷമിക്കാൻ പ്രാപ്തനാണ്. അവൻ നിന്നോട് നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ നിന്നെ ഇടയാക്കും. അതിന് നീ നിന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ചും ബ്രഹ്മയെക്കുറിച്ചും മകനെക്കുറിച്ചും ഞങ്ങൾ ഇന്ന് ഗ്രഹിക്കുവാൻ ഇടയുണ്ടായി. അടിയങ്ങളും പല പ്രാവശ്യവും സ്വർഗീയ സിംഹാസനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കർത്താവേ. എങ്കിലും ഞങ്ങൾക്ക് സുബോധമുണ്ടായി അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപികളാണ് കർത്താവേ. അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപം ഞങ്ങളോട് ക്ഷമിച്ച് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം നൽകി വിശുദ്ധിയിൽ ജീവിക്കുവാൻ അടിയങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മുഖേന അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാണമേ.